അങ്ങനെ മലേഷ്യ ടു കോളിപ്പി ട്രിപ്പിൽ നമ്മൾ ലങ്കാവിയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലങ്കാവി ഒരു സ്മോൾ ഐലൻഡ് ആണ്. പക്ഷേ ഇവിടെ സ്പെൻഡ് ചെയ്ത അത്രയും ദിവസങ്ങൾ ഞങ്ങൾ വളരെ ബിസി ആയിരുന്നു. അത്രമാത്രം ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനുണ്ട്. ലങ്കാവിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നൊരു സംഭവമാണ് ബോട്ട് ടൂർസ്. അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്തതും അത് തന്നെയാണ്. കിളിംജിയോ ഫോറസ്റ്റ് പാർക്കിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു ബോട്ട് ടൂർ. നമ്മളിത് നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെന്നിട്ട് ആ ബോട്ട് ടൂർ നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഒരു പ്രൈവറ്റ് ബോട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഷെയർ ബോട്ടും ചൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈഗിൾ വാച്ച്, അതുപോലെ ക്രോക്കഡൈൽ കേവ്, സ്നോർക്കലിംഗ്, അതുപോലെ ബാറ്റ് കേവിൽ കൊണ്ടുപോകും അവർ. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു ഇതിൽ. ഈ ബോട്ട് ടൂർ ത്രൂ ഔട്ട് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു വ്യൂ ഒക്കെ, ആ മാംഗ്രോവിൻ്റെ അവിടെ കൂടെയൊക്കെയുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല നേച്ചർ ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈഗിൾസിനെ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയില്ല. മുകളിൽ നമ്മൾ കണ്ടായിരുന്നു അവരത് കൂടെ പറക്കുന്നത്. പക്ഷേ നമ്മൾ ബോട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കയ്യിൽ മീറ്റ് ഉണ്ടാവും. ആ മീറ്റ് വെച്ചിട്ടാണ് അവർ ഈഗിൾസിനെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈഗിൾ വന്നില്ല. പിന്നെ ബാറ്റ് കേവിൽ പോയപ്പോഴത്തേക്കും എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് ടൂറിൻ്റെ ബാക്കി വിശേഷങ്ങളും അതുപോലെ സ്നോർക്കലിങ്ങിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.